Hi friends, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കോർ ഐറ്റം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ സ്റ്റിക്കാണ്. നമ്മുടെ ഫ്ലവർ വേസിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ക്യൂവേഴ്സ് ആണ്. സ്ക്യൂവേഴ്സ് അല്ലെങ്കിൽ ഈവൺ ഈർക്കലയായാലും കൂടെ മതി കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മരത്തിൻ്റെയോ അല്ലെങ്കിൽ ചില ചെടികളുടെയൊക്കെ കമ്പോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഒന്ന് തൽക്കാലം ഇത് കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടത് പിസ്ത ഷെല്ലാണ്. നമ്മൾ പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ അത് യൂഷ്വലി കളയാറാണ് പതിവ്. അതിന് പകരം നമ്മൾ എടുത്തു വെച്ചാൽ ഇങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ട്വീസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമില്ല, പിന്നെ കയ്യിലാവണ്ടെന്ന് വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ്. ഇത്രയും വിലയും കൊടുത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് അത് ഡെക്കോർ ഐറ്റംസ് ഉണ്ടാക്കി കളയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. നമ്മൾ യൂസ് ചെയ്ത് ബാക്കിയാവും, പക്ഷെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് എടുത്ത് കളയാനേ പറ്റുള്ളൂ ലിപ്സ്റ്റിക്ക്. സോ അതിന് പകരം നമുക്ക് ഇത് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. എത്രത്തോളം ഭംഗിയാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വേണം, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 5 സ്ക്യൂവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അത് റിയൽ പ്ലാന്റ്സിന്റെ കമ്പ് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. എനിക്കിപ്പോൾ അത് ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ടാണ്. സോ ഒരു 4-5 കമ്പ് മതി. അപ്പം 4-5 സ്ക്യൂവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് അതേപോലെ ഒരു ടിഷ്യൂം കരുതിക്കോളൂ. കാരണം ഈ ഷെൽസ് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് വേറെ എവിടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് പെയിന്റ് ചെയ്ത് തുടങ്ങാം. ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ പെയിന്റ് ചെയ്യാം കേട്ടോ. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, അല്ലാതെ സൈഡ് വൈസ് ഇങ്ങനെ പെയിന്റ് ചെയ്താൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് തന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കണേ, ഇല്ലെങ്കിൽ ആ പിസ്ത ഷെല്ലിന്റെ റിയൽ കളർ ഉണ്ടല്ലോ, അത് ഉള്ളിൽ കൂടെ എടുത്ത് കാണിക്കും. അപ്പൊ നമ്മളിത് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് ഈ നമ്മൾ ഹോൾഡ് ചെയ്ത ഭാഗം ഫുള്ളായിട്ട് പെയിന്റ് ചെയ്യാൻ ചിലപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മളിത് പെയിന്റ് ചെയ്തിട്ട് ഇവിടെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ച്, പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത ഭാഗം ഹോൾഡ് ചെയ്തിട്ട് ഫില്ലാവാൻ ബാക്കിയുള്ള ഇതും കൂടെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഷെൽസ് മൊത്തം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഓരോന്നും പെയിന്റ് ചെയ്ത് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ബാക്കി ഫിൽ ചെയ്യാൻ ഉള്ള ഭാഗം കൂടെ തുടങ്ങിയതിന് ശേഷം പെയിന്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഞാൻ ഈ കംപ്ലീറ്റ് ഷെൽസ് ഒന്ന് പെയിന്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതൊക്കെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വല്ല എന്തെങ്കിലും ടച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റൽസ് എടുക്കുക, ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് 5 ഇതിലുള്ള പൂക്കളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് താഴേക്കായിട്ട് നമ്മൾ ഈ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്പീഡിലാക്കിപ്പോയി. അപ്പോൾ ഈ 4 ഇതളുകൾ കറക്റ്റ് ആയിട്ടുണ്ട്.
ഈ രീതിയിൽ നമുക്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അത് കഴിവതും നമ്മൾ ഏതാണ്ട് ഒരേ ഷേപ്പിലും സൈസിലുള്ള പെറ്റൽസ് ഷെൽസ് എടുക്കുകയാണ് നല്ലത്. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത്രയും ഷെൽസ് വെച്ചിട്ട് നമുക്ക് ബാക്കി ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പൂക്കൾ മുട്ടിന്റെ ഷേപ്പിലും വിരിഞ്ഞിരിക്കുന്ന ഷേപ്പിലും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓരോന്നിലേക്കും ഒരു 3-4 പൂക്കളും മുട്ടും മിക്സ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടി ഷെയ്ഡിങ് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങാം. ഇത്രയും ഭാഗം പോട്ടിന്റെ ഉള്ളിൽ പോകുന്ന കാരണം നമുക്ക് ഒരു ഇത്ര സ്റ്റിക്ക് ചെയ്താൽ മതി. ഒരു 3 എണ്ണത്തിനൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ളതിലും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇങ്ങനെയുള്ള 6 സ്റ്റിക്കുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരു 3 എണ്ണം കൂടെ ബാക്കി വന്നു. അപ്പം ഞാൻ ഒരു സ്റ്റിക്കും കൂടെ എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പേർട്ട് ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെയും ബോർഡേഴ്സും നടുക്കും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പോവുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് വീഡിയോയിൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. ആ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കുമ്പോൾ ഇതേപോലെ ഞാൻ നടുക്കും ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ഒരു ഭംഗി കിട്ടും. അപ്പൊ കംപ്ലീറ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വീഡിയോയിൽ എത്രത്തോളം ആ ഷെയ്ഡിന്റെ ഒക്കെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അതേപോലെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കൂ കമൻസിലൂടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ.